സലഫി ഫെസ്റ്റ് ആരാ നടത്തിയിട്ടുള്ളത് കൂട്ടരെ? അത് മേപ്പയ്യൂര് ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. മുജാഹിദുകളുടെ കീഴിൽ മേപ്പയ്യൂരിൽ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുണ്ട്, കോളേജുകളുണ്ട്, ബി.എഡ് സെന്ററുകളുണ്ട്. ഈ തൊട്ടടുത്ത കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ കേരളപ്പിറവിയുടെ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ പല സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഘോഷയാത്ര നടന്നിട്ടുണ്ട്. ആ ഘോഷയാത്രയുടെ ഭാഗമായി മേപ്പയൂരിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഘോഷയാത്ര നടന്നു. പേരതിനെന്ത് ചെയ്തു? സലഫി ഫെസ്റ്റ് എന്നിട്ട് കൊടുത്തു എന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോളത്തിലിട്ട് റൗണ്ടിലിട്ട് അസ്ഹറലിയാണ് എന്ന് കാണിക്കുന്ന വ്യക്തി അസ്ഹറലിയാണോ? അസ്ഹറലിയുടെ യഥാർത്ഥ ചിത്രം ഞങ്ങൾ അതിലൊന്ന് കാണിക്കുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അബൂസാജിദ ഫാറൂഖി സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, അപ്പൊ അസ്ഹറലി അല്ലാത്ത ഒരു വ്യക്തിയെ അസ്ഹറലി അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെയും കളവിനെ അവലംബിക്കുന്നു നിങ്ങൾ. വസ്തുത എന്താ? അസ്ഹറലി അതിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ ആ സ്ഥാപനങ്ങളുടെ കമ്മിറ്റിയുടെ ട്രഷറർ നിങ്ങളുടെ സജീവ പ്രവർത്തകന്, അയാൾ അതിൽ പങ്കെടുത്തിട്ടില്ല. എന്നാൽ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള വ്യക്തി അബ്ദുൽ ഹമീദ്, പ്രൊഫസർ അബ്ദുൽ ഹമീദ് നിങ്ങളുടെ സജീവ നേതാവാണ്, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളാണ് അദ്ദേഹം. അബൂസാജിദ ഫാറൂഖി സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, അയാളെന്താ നിങ്ങൾ എതിർക്കാത്തത്? സ്വാഗതം പറഞ്ഞ ആൾക്കൊരു കുഴപ്പമില്ലേ? അയാൾ പറഞ്ഞ സ്വാഗതം നിങ്ങൾ നേരത്തെ കേട്ടുകഴിഞ്ഞു ആ ക്ലിപ്പിംഗ്. ഇതൊക്കെയാണ് വസ്തുത. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഇതുമായി ഊരുതണ്ടുകയാണ് സലഫി ഫെസ്റ്റുമായിട്ട്. എന്തിന്? ശിർക്കിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തിയതിനെ മറച്ചു വെക്കാൻ വേണ്ടി. എങ്ങനെ സഹോദരന്മാരെ സാധിക്കുക? ഇത് സുന്നികൾക്കും കൊടുക്കുകയാണ്. ഈ ക്ലിപ്പുണ്ടാക്കിയിട്ട് ഇതാ മുജാഹിദുകൾ നടത്തിയ സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകളെ അടിക്കാൻ സുന്നികൾക്ക് കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ നേതൃത്വം